ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതേ വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. കാരണം നമ്മൾ ദ്വീപിലാവുമ്പോൾ വൈകുന്നേരം എല്ലാവരും ഒന്ന് പുറത്തിറങ്ങും, ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും ബീച്ചിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഇരുന്നിട്ട് വരും കേട്ടോ. അങ്ങനെ ദേ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ തെക്ക് അന്താം ബീച്ചിൽ വന്നു കേട്ടോ. തെക്ക് കുറച്ച് ദൂരം വരണം. അപ്പോൾ അതേ എല്ലാവരും വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ തെക്ക് വന്നു. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചായയും സ്നാക്സും എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ നമ്മുടെ ബീച്ച് റോഡിൽ കൂടെ കുറച്ച് ഞാനും നമ്മുടെ രാജിയുടെ ഉമ്മായും അതുപോലെ തന്നെ നമ്മുടെ സിത്താരയും കൂടെ ഞങ്ങൾ ഒന്ന് വെറുതെ ബീച്ചിൻ്റെ അവിടെ കൂടെ നടന്നിട്ട് നമ്മുടെ ഫിഷറീസ് ജെട്ടിയുടെ അവിടം വരെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫിഷിംഗ് ബോട്ട് കിടക്കുന്നുണ്ട്. അതായത് ഒരു പഴയ ടൈപ്പ് ഒരു ഫിഷിംഗ് ബോട്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പം ഇപ്പം ഇവിടെ ഇല്ലാത്ത ടൈപ്പ് ഒരു ഫിഷിംഗ് ബോട്ട്, നമ്മളിവിടെ സ്ഥിരമായിട്ട് കാണുന്ന ബോട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരെണ്ണം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് അതിനകത്ത് എല്ലാം ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മൾ ബോട്ടിനകത്തേക്ക് കയറി. അപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ബോട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ, ഫിഷിങ്ങിനായിട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ സത്യത്തിൽ ഇവിടെ ഫിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന അല്ല, ഇത് പല ദ്വീപുകളിലേക്കും ഒരാളുടെ പ്രൈവറ്റായിട്ടുള്ളൊരു ബോട്ടാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ ദ്വീപുകളിലേക്കും സാധനങ്ങൾ കൊണ്ടുപോകാനും വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പഴയതാണ് ഈ സംഭവം. അപ്പോൾ ദേ ഇതിനകത്ത് കിടക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീൽ ഹൗസിനകത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പുറത്തിറങ്ങുമ്പോൾ നമുക്കിവിടെ ഇരിക്കാം, കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇരിക്കാൻ പറ്റുമല്ലോ, അത് നല്ല രസമായിട്ട് തോന്നിയിട്ട്. അപ്പോൾ നല്ല കാറ്റൊക്കെ കൊള്ളും. പിന്നെ അത് തൊട്ടടുത്ത് തന്നെ ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റിൽ അപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ എനിക്ക് ഈ ഒരു ബോട്ട് കണ്ടിട്ട്. അപ്പോൾ അവർ ദേ എന്നെ എല്ലായിടവും കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതേ ഈ ഒരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമുക്ക് കിടന്നൊക്കെ പോകാൻ പറ്റും ഇവിടെ. പകലൊക്കെ നമുക്കിങ്ങനെ ഇറങ്ങി കിടക്കാമല്ലോ ഇവിടെ, നല്ല രസമായിരിക്കും. പിന്നെ ദേ നമ്മൾ മുകളിലേക്ക് പോവാണ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല രസമാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കയറി നോക്കി, എൻ്റെ പൊന്നെ അടിപൊളി കേട്ടോ. മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ അടിപൊളിയായിരുന്നേ. അപ്പോൾ ഇവിടെ സോളാർ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇവർ അത്യാവശ്യം വാഷ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ബേപ്പൂരിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 4 ദിവസം എന്തോ എടുക്കുമെന്ന് പറഞ്ഞു ഇത് ബേപ്പൂരിൽ ഇനി എത്താൻ. കാരണം ഇത് കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടുള്ള സംഭവമൊക്കെയാണ്. അപ്പം ഓടുന്നത് ഇങ്ങനെ കുറച്ച് പതുക്കെ ആയിരിക്കും പോകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ദേ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ ചുറ്റിലും നോക്കുവാണ് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ നമ്മുടെ കടലിലിങ്ങനെ ബോട്ടുകളൊക്കെ കിടക്കുന്നതും കടലിൻ്റെ കാഴ്ചയെല്ലാം കൂടെ അടിപൊളിയായിരുന്നു. തൊട്ടപ്പുറത്ത് നമ്മുടെ നാജിയുടെ ഉമ്മായും സിത്താരയും അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ടാറ്റ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ പേടിയായിരുന്നു. പക്ഷെ ഞാനങ്ങ് കയറി കേട്ടോ. ചെറിയൊരു ഏണിയാണ്. ആ ഏണി കൂടെ കയറുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഒന്ന് കാലിതായി കഴിഞ്ഞാൽ, ലാസ്റ്റിലത്തെ ഒരിത് ഒന്ന് കാലിതായി കഴിഞ്ഞാൽ നമ്മൾ കടലിൽ കിടക്കും കേട്ടോ. കുത്തനെ ഉള്ളൊരു ഏണിയല്ലേ. അങ്ങനെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴേക്ക് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറാനും ഇതിനകത്തെ കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ പറ്റി. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. ഇനി ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഫിഷിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് മീനിനെയൊക്കെ പിടിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ. ഇത് കണ്ടോ, ഇതിനകത്താണെന്നാണ് പറഞ്ഞത്. ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് ചെന്ന് ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതുമൊക്കെ എന്നെ കാണിച്ചു തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇങ്ങനെ ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക്. അങ്ങനെ അതൊക്കെ നമ്മൾ കുറച്ച് നേരം കണ്ടു നിന്നു. അപ്പോൾ അവർ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് ചെന്ന് ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഫിഷൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും കാറ്റ് കൊള്ളാൻ വേണ്ടി ജെട്ടിയുടെ അവിടെ വരുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നമുക്ക് പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എന്നാൽ വീട്ടിലിരിക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ട ഒരു ചെറിയൊരു ഷെൽഫ് പോലൊരു സംഭവം. തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു കിച്ചൺ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേ ചെറിയൊരു കിച്ചണും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടൊക്കെ നമുക്ക് കുക്ക് ചെയ്യായിരിക്കും. ഇവിടെ ഗ്യാസും സംഭവങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത്. അതോ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് പൊടി ഐറ്റംസൊക്കെ വെക്കുന്നതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഒരു കിച്ചൺ ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് നമ്മുടെ എൻജിൻ റൂം കാണാൻ വേണ്ടി. ഇവിടെ എന്തൊക്കെയോ ഇവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയിട്ട് ഇത് ഇവിടുന്ന് പുറപ്പെടും. എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ബേപ്പൂരിലെത്തുമെന്നാണ് ഇവർ പറഞ്ഞത്.
അപ്പോൾ അതിനകത്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നു, ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറി ഇതിനകത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഭയങ്കര രസം. നമ്മൾ സാധാരണ ഇവിടുത്തെ അല്ലാത്ത ബോട്ടുകളിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു ടൈപ്പ് ബോട്ടല്ല. ഇവർ പറഞ്ഞത് ഇത് കുറേ പഴയതാണ്, ഇതിനി ഫുള്ള് പണിഞ്ഞ് സെറ്റാക്കി തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതിനി ഇപ്പോൾ ഇത് ഫിഷിങ്ങിനല്ല പോകുന്നത്, പല ദ്വീപുകളിലേക്കും ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബോട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങാം. അപ്പോൾ ഈ ബോട്ട് ഇങ്ങനെ അടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും. ആദ്യം കയറാൻ നേരം നമുക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു, കാരണം ആ ഗ്യാപ്പിലൂടെ എങ്ങാനും വീണ് കഴിഞ്ഞാൽ നേരെ നമ്മൾ കടലിലേക്ക് പോകും. അങ്ങനെ ദേ നമ്മൾ ഇറങ്ങിയിട്ട് നാജിയുടെ ഉമ്മാടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. കയറിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണേ. അങ്ങനെ സന്ധ്യയായി കേട്ടോ, നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമ്മൾ വന്നത് നമ്മുടെ ബീച്ച് റോഡിൽ കൂടെ വന്ന് നമ്മുടെ ഫിഷറീസ് ജെട്ടിയുടെ അവിടെ വരെയാണ് വന്നത്. നമ്മൾ സ്ഥിരം വരുമ്പോൾ ഇവിടെ 2 ചെറിയ കുഞ്ഞുങ്ങൾ മീൻ പിടിക്കാൻ എന്നും ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ അവരുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇന്ന് വന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അവരെ കണ്ടില്ല. ചെറിയ ചെറിയ മീനുകളെയൊക്കെ പിടിച്ച് അവർ 2 പേരുടെ ഇവിടെ നമ്മൾ വൈകുന്നേരം വരുമ്പം കാണും കേട്ടോ. ഭയങ്കര രസമാണ് അത് കാണാൻ. അതിനുശേഷം രാത്രിയായപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയി. മന്തി കഴിക്കാൻ വേണ്ടിയാട്ടോ പോയത്. അപ്പോൾ നമ്മുടെ ഇവിടെ മന്തി കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പുണ്ട്, അവിടേക്കാണ് നമ്മളെല്ലാവരും കൂടെ പോയത്. രാത്രിയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ജെട്ടിയിലേക്ക് വന്നു. നമ്മൾ കുറച്ച് മുമ്പേ വന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് ഇപ്പോൾ ജെട്ടിയിലൊക്കെ ലൈറ്റ് വന്നത്. നമ്മൾ വന്ന സമയത്ത് ലൈറ്റൊന്നും ഇല്ലായിരുന്നു, കാരണം കറണ്ട് ഇല്ലായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കറണ്ട് വരുത്തുള്ളായിരുന്നു. 9:30 പോയ കറണ്ട് ഒരു 11:30 ആകുമ്പോഴേ വരുത്തുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും വീട്ടിൽ പോയാലും ഭയങ്കര ചൂടാണ്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ജെട്ടിയുടെ അവിടെയൊക്കെ വന്ന് നിന്നിട്ട് കുറച്ച് കാറ്റ് കൊള്ളാം, കറണ്ട് വന്നു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് നിന്നു. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 11:30 ആയപ്പോൾ കറണ്ട് വന്നു. അപ്പോഴാണ് ഇത് ഇവിടെയൊക്കെ ലൈറ്റ്സൊക്കെ ഓൺ ആയത്. അപ്പോൾ ഇവിടെ 2 ബോട്ട് വന്ന് കിടക്കുന്നുണ്ടായിരുന്നേ. അതിൽ ഒരു ബോട്ട് ബേപ്പൂരിൽ നിന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അങ്ങോട്ട് എന്തോ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അതിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് വേറെ ഒരു ബോട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് കവരത്തി ദ്വീപിൽ നിന്നും വന്നതാണ്. നമ്മുടെ അഗത്തി ദ്വീപിലേക്ക് ട്രാൻസ്ഫറായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ആ ഒരു ബോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 ബോട്ടും ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരും. ഇപ്പോൾ പിന്നെ ചൂട് സമയം, അതിൻ്റെ കൂടെ കറണ്ടും ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ അധികം ആൾക്കാർ ജെട്ടിയിലും അതുപോലെ തന്നെ ബീച്ചിലും ഒക്കെ ഉണ്ടാകും. കാരണം ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് കേട്ടോ. ആ ചൂടിൽ കറണ്ടും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് താങ്ങാനേ പറ്റത്തില്ല, അത്രമാത്രം ചൂടൊക്കെയാണ്. അങ്ങനെ കറണ്ട് വന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടത്. ഇത് മാത്രമല്ല, നമ്മുടെ ആ ഒരു ബീച്ച് സൈഡിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. കറണ്ട് പോകുന്ന സമയത്ത് രാത്രിയിലൊക്കെ കറണ്ട് പോകുമ്പോൾ എല്ലാവരും അവിടെ ഷീറ്റൊക്കെ വിരിച്ച് ബീച്ചിലാണ് കിടക്കുന്നത്. ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസങ്ങളായിട്ട് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ രാത്രിയിലൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് മിക്കവരും ബീച്ചിൽ വന്നിട്ടാട്ടോ കിടന്ന് ഉറങ്ങുന്നത്. കാരണം വീട്ടിലൊന്നും കിടക്കാൻ പറ്റത്തില്ല, അത്ര ചൂടാണ്. അപ്പോൾ നമ്മൾ ആ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, കാരണം ഇവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ആ ചൂണ്ട എറിയുന്ന സമയത്ത് ദേഹത്തൊന്നും കൊള്ളണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് അടുത്തേക്ക് പോകാഞ്ഞാണ്. അപ്പോൾ ആ കവരത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ബോട്ടിൽ 2 ആടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അവർ എനിക്ക് തോന്നുന്നു മാറി വന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ആടുകളെയൊക്കെ കൊണ്ടുവന്നതായിരിക്കാം. അപ്പോൾ ദേ ആൾക്കാരൊക്കെ അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സീസണൊക്കെ ചേഞ്ച് ആവും. മൺസൂൺ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മഞ്ജു ഒന്നും ഓടത്തില്ല. അപ്പോൾ ഇവിടെ നിന്നൊരാൾ പറഞ്ഞത് കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവരും സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ട് ബേപ്പൂരിലേക്ക് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ തിരിച്ചു വന്ന സമയത്ത് അതിനകത്ത് കുറച്ചധികം സാധനങ്ങളൊക്കെ കയറ്റി വന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ തിരിച്ചു പോവുകയാണ്. കറണ്ട് വന്നിട്ട് കുറച്ച് നേരം കൂടെ നമ്മളിവിടെ നിന്നുള്ളൂ, കാരണം ഇനിയും 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കറണ്ട് പോകും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീട്ടിൽ പോയിട്ട് ഉറങ്ങണം. പോകുന്ന വഴിക്ക് ദേ നമ്മൾ ഇടയ്ക്ക് നമ്മൾ കടലിലോട്ട് നോക്കുന്നുണ്ട്. ഒരുപാട് മീനുകളൊക്കെ ഇങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നാളെ രാവിലെ നമ്മുടെ നാജിയുടെ ഫാമിലി, അതായത് നമ്മുടെ ഫിറോസിക്കായുടെ ഫാമിലി തിരിച്ച് അവരുടെ ദ്വീപായിട്ടുള്ള കൽപ്പേനി ദ്വീപിലേക്ക് തിരിച്ചു പോവുകയാണ്. 1 വർഷമായിട്ട് അവർ നമ്മുടെ അഗത്തി ദ്വീപിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു കുടുംബം പോലെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവർ താഴത്തെ ഫ്ലോറിലും ഞാൻ മുകളിലത്തെ ഫ്ലോറിലുമാണ് താമസിച്ചത്. എന്താ പറയുന്നത്, ഇത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവർ പോകുന്ന ആ ഒരു ദിവസമായപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായേ.
അതേ അവർ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ലഗേജും കാര്യങ്ങളും ഒക്കെ ദേ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെയാണ് കേട്ടോ, 9 മണിക്ക് വെസലാണ്. അപ്പോൾ നമ്മുടെ അഗത്തി ദ്വീപിൽ നിന്നും കവരത്തിയിൽ നിന്ന് നേരെ കൽപ്പേനി ദ്വീപിലേക്ക് പോകുന്ന വെസലിലാണ് ഇവർ പോകാൻ വേണ്ടി പോകുന്നത്. സത്യത്തിൽ ഭയങ്കര സങ്കടമായി കേട്ടോ. സങ്കടം എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം നമ്മൾ ഒരു കുറേ ആൾക്കാരോട് അടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവർ പോകുന്ന ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ശരിക്കും ഞങ്ങളൊരു ഫാമിലിയായിട്ട് തന്നെ അവിടെ കഴിഞ്ഞത് കേട്ടോ. ഇപ്പം ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കുറച്ച് നേരം ഞങ്ങൾ നിന്ന് കാര്യമൊക്കെ പറഞ്ഞു, കുറച്ച് അധികം നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അതുപോലെ രാത്രി ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത് ഞാൻ. അപ്പോൾ അതേ ഓട്ടോ വന്നിട്ടുണ്ട്, അവർക്ക് പോകാൻ ദേ നെയ്മു ടാറ്റ ഒക്കെ തരുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി. നമുക്ക് കൂടുതൽ നമ്മൾ ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആയത് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നല്ലോ, നാജി ആണെങ്കിലും നെയ്മു ആണെങ്കിലും അവരുമായിട്ടൊക്കെ കുറച്ചും കൂടെ നമ്മളിങ്ങനെ അടുത്ത് പോയായിരുന്നു. അങ്ങനെ ദേ അവർ പോവാണ്. അപ്പോൾ ഇനി അവർ 1 വർഷം കഴിഞ്ഞിട്ട് വരും എന്ന് നമ്മളോട് വാക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത്. അടുത്ത നോമ്പിൻ്റെ മാസം ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ പഠനത്തിൻ്റെ ആവശ്യമൊക്കെ ആയിട്ടാണ് അവരിപ്പം പോയേക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ നേരെ നമ്മുടെ ജെട്ടിയിൽ വന്നു. വെസലിപ്പോൾ വരും. അപ്പോൾ നേരത്തെ തന്നെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറച്ച് നേരത്തെ വന്നു കേട്ടോ, കാരണം ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഓട്ടോയിൽ നമ്മൾ വന്നു. ഇനി ഇവരെ വെസൽ കയറ്റി വിട്ടിട്ട് നമുക്ക് പോകണം. ഭയങ്കര വെയിലാട്ടോ. രാവിലെ ഒരു 9 മണിയായിട്ടേ ഉള്ളൂ, പക്ഷേ ഭയങ്കര വെയിലും ചൂടും. നമ്മൾ നിൽക്കുന്ന നിപ്പിലിങ്ങനെ വിയർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അത്രമാത്രം ചൂടാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ കവരത്തിയിലേക്ക് പോകേണ്ടവരായിരിക്കും, അല്ലെങ്കിൽ കൽപ്പേനിയിലേക്ക് പോകേണ്ടവരായിരിക്കും, അങ്ങനെ. അപ്പോൾ നേരിട്ട് കൽപ്പേനിക്ക് പോകുന്ന വെസൽ ആയതുകൊണ്ടാണ് ഇവർ ഇന്ന് തന്നെ പോയത്. കാരണം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സീസൺ ചേഞ്ച് ആകുമ്പോൾ വെസലുകളൊക്കെ നിൽക്കും. ഇനി ഒരു മെയ് പകുതിയോടുകൂടി വെസലൊക്കെ നിൽക്കും. അപ്പം നമുക്ക് മറ്റ് ഐലൻഡുകളിലേക്ക് പോകാൻ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മൺസൂൺ സീസൺ ആകുമ്പോൾ വെസലുകളൊന്നും ഓടത്തില്ല. അതുകൊണ്ടാണ് അവർ അടുത്ത മാസം സ്കൂളും തുറക്കുമല്ലേ, അപ്പോൾ അവർ ഈ ടൈമിൽ തന്നെ പോയത് അതുകൊണ്ടാണ് കേട്ടോ. നേരിട്ട് അവർക്ക് വെസലും കിട്ടി, അത് കാരണം. അങ്ങനെ ദേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. വെസൽ വന്നത് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വെസൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അടുത്തോട്ടൊന്നും പോകുന്നില്ല, അവിടെയൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുമല്ലേ. പിന്നെ മാത്രമല്ല അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക്, നമ്മളെ പാലത്തിനകത്തേക്ക് നമ്മളെ ഒന്നും കയറ്റി വിടത്തില്ല കേട്ടോ, ടിക്കറ്റ് ഉള്ളവരെയാണ് കയറ്റി വിടുന്നത്. അപ്പോൾ നമ്മൾ ദൂരെ മാറി നിന്ന് അവർ നോക്കുവാണ്. അപ്പോൾ വെസൽ ദൂരെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേ കുറേ വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. ഇത് ഇറങ്ങുന്നവരെ തിരിച്ചിങ്ങോട്ട്, അതായത് വെസലിൽ ആദ്യം വന്ന് ഇറങ്ങുന്ന ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതേ ഓട്ടോകളൊക്കെ കയറി പോകുന്നുണ്ട്. 1-2 അല്ലാത്ത വണ്ടിയും കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇറങ്ങിയതിന് ശേഷമാണ് ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് കയറ്റുന്നത്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ, അവരിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കയറാൻ വേണ്ടി. അപ്പം ലഗേജുകളൊക്കെ ഓട്ടോയിൽ നിന്ന് ഇറക്കി നമ്മൾ ദേ അവിടെ ആ ചെക്കിങ് പോലീസുകാരിരിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഇനി നടന്നു പോകണം. വെസലൊക്കെ വന്നു, ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദേ ഓട്ടോ ഒക്കെ തിരിച്ചു വരുന്നുണ്ടോ. ഇത് ഇങ്ങോട്ട് വന്ന ആൾക്കാർ അവിടെ ജെട്ടിയിൽ ഇറങ്ങിയിട്ട് ഓട്ടോയിൽ വരുന്നതാണ്. ബാക്കി ആൾക്കാരൊക്കെ നടന്നു വരും, ഓട്ടോയിൽ വരുന്നവർ അങ്ങനെ വരും. ഇനി ദേ തിരിച്ച് അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ദേ അവർ പോവാണ്. അവർ പോകാൻ വേണ്ടി ദേ അടുത്തേക്ക് പോയി കേട്ടോ, എല്ലാവരും കയറാൻ പോയി. ഈ ഒരു സമയത്ത് ഭയങ്കര സങ്കടമായി. നാജിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പോകാൻ വേണ്ടി. എന്തായാലും അവർ പോയിട്ട് 1 വർഷം കഴിഞ്ഞ് വരുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോമ്പിൽ എന്തായാലും തിരിച്ചു വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദേ അവർ പോവാണ്. അപ്പോൾ എല്ലാവരെയും ഇനി ഒരു ചെക്കിങ് കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരെയും കയറ്റുന്നത്. അങ്ങനെ ലഗേജുകളൊക്കെ എല്ലാവരും എടുക്കണം. അവർ പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നു, അതായത് നാജിയുടെ ഫാമിലി കൂടാതെ നാജിയുടെ ഉമ്മയുടെ ആങ്ങളയുടെ മോള് സിത്താര, അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിയുടെ മോനായിട്ടുള്ള റിയാസ്, അങ്ങനെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇന്ന് തിരിച്ചു പോവുക. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് നല്ല ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു കുറേ ദിവസങ്ങൾ. അപ്പോൾ അതേ അവർ സാധനങ്ങളൊക്കെ എടുത്തു, ഇനി കയറാൻ വേണ്ടി പോവുക. നമ്മളെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുക. നമ്മുടെ ലക്ഷദ്വീപിൽ ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് പോകുന്നതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി മൺസൂൺ ആയി കഴിഞ്ഞാൽ കപ്പൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിലാണ് മറ്റ് ദ്വീപുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതേ നാജിക്ക് ഞാനൊരു ഉമ്മ കൊടുത്തു, നാജി എനിക്കും തിരിച്ചൊരു ഉമ്മയൊക്കെ തന്നു. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് കണ്ണ് നിറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മളധികം കരഞ്ഞ് ഓവറാക്കണ്ടെന്ന് കരുതി നമ്മൾ കുറച്ച് പുറകോട്ടങ്ങ് മാറി കേട്ടോ. അപ്പോൾ അതേ അവർ ലൈനായിട്ട് കയറുന്നുണ്ട്. ഇനി കയറുന്ന സമയത്തും ഒരു ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ എല്ലാവരും കയറി. വെസൽ പെട്ടെന്ന് തന്നെ എടുക്കും കേട്ടോ, അധികം സമയമൊന്നും എടുക്കത്തില്ല.
അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു ദ്വീപിൽ നിന്നും മറ്റ് ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന വെസല്. ഇവരൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൽപ്പേനി എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ടൈം ഈ ഒരു വെസലിനകത്ത് ഇരിക്കണം. വെസലെന്ന് പറയുമ്പം തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള യാത്രയാണ് കേട്ടോ. ഷിപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ ഈ മോഷൻ സിക്നെസ് ഒക്കെ കൂടുതലുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന വെസല്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് വെസൽ പോകുന്ന കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറി വന്നതാണ് കേട്ടോ. കാരണം അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇന്ന് കോടില്ല ഷിപ്പ് വരുന്ന ദിവസമായിരുന്നു കേട്ടോ. അത് കാരണം അവിടെ ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു തിരക്ക് ഇപ്പം തന്നെ തുടങ്ങും. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് വന്ന് നിന്ന് കേട്ടോ ഈ വെസൽ പോകുന്ന കാണാൻ വേണ്ടി. അപ്പം തന്നെ നാജിയുടെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് ഞാൻ പോയോന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വെസൽ പോകുന്ന നോക്കി ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോവാണ് കൽപ്പേനിയിലേക്ക്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരുപാട് ഓർക്കാൻ നല്ല കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടാണ് കേട്ടോ അവർ പോകുന്നത്. നമ്മൾ ഒരുപാട് അടുത്ത് ഒരുപാട് സഹകരിച്ചിട്ടൊക്കെ ഒരു വീട് പോലൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവർ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇന്ന് എനിക്കുണ്ടായത്. ശരിക്കും ഈ വെസലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരമില്ല, അവരിനി വരുന്നതും കാത്ത് നമുക്കിരിക്കാം അല്ലേ, നമ്മളിവിടെ അകത്തിയിലുണ്ടാകും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം.